10ാം ക്ലാസ്സിലെ ലോഹങ്ങൾ എന്ന ചാപ്റ്ററിലെ അലുമിനിയം നിർമ്മാണമാണ് നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് പറയുന്നിട്ടോ. ഇതേ വരുള്ളൂ കേട്ടോ, തന്നെ ഉള്ളൂ. ആദ്യം ആരുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഓറ് അയിര് ഏതാ നോക്കണം. അലുമിനിയത്തിൻ്റെ അയിര് നമുക്കറിയാം ബോക്സൈറ്റ് ആണ് അല്ലേ. അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. എന്താ ബോക്സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? Al2O3 Al2O3.2H2O ഇതാണ് ബോക്സൈറ്റ് കേട്ടോ. ബോക്സൈറ്റ് ബോക്സൈറ്റ് നമ്മൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തിട്ട് അത് നമ്മൾ കോൺസെൻട്രേഷൻ സാന്ദ്രണം ചെയ്യണം. ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ലീച്ചിങ്. ബോക്സൈറ്റ് എന്ന് കേൾക്കുമ്പോൾ ചാടി മൂന്ന് പറയണം ലീച്ചിങ്. ലീച്ചിങ് എന്ന് കേൾക്കുമ്പോൾ പറയണം ബോക്സൈറ്റ്. ആ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ലീച്ചിങ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ലീച്ചിങ് നോക്കാം. നമ്മൾ ബോക്സൈറ്റ് Al2O3.2H2O ഇതാണ് ബോക്സൈറ്റ്. ഈ ബോക്സൈറ്റിനെ ലീച്ചിങ് നടത്തുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സോൾവെൻറ്റ് ചൂടുള്ള NaOH കേട്ടോ. നോക്കിട്ടോ, ദാ ഈ ബോക്സൈറ്റിക്ക് ചൂടുള്ള NaOH ചേർക്കട്ടോ. അപ്പോൾ ഈ ബോക്സൈറ്റ് മാത്രം ഈ NaOHുമായിട്ട് പ്രവർത്തിച്ചിട്ട് NaAlO2 മാഷെ ഇതിൻ്റെ പേര് സോഡിയം അലുമിനേറ്റ് സൊല്യൂഷൻ കിട്ടും കേട്ടോ. NaAlO2 സോഡിയം അലുമിനേറ്റ് ലായനി കിട്ടും. ആയിക്ക് സോഡിയം. അപ്പോൾ ഒന്നാം സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മൾ ബോക്സൈറ്റിക്ക് NaOH ചൂടുള്ള NaOH ചേർക്കുന്നു, സോഡിയം അലുമിനേറ്റ് ലായനി കിട്ടും. ഈ സോഡിയം അലുമിനേറ്റ് ലായനിക്ക് നമ്മൾ കുറച്ച് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ചേർക്കുക, കുറച്ച് വെള്ളവും ചേർക്കുക. അലുമിനിയം ഹൈഡ്രോക്സൈഡ് കുറച്ച് വെള്ളം ചേർക്കുക. കുറച്ച് ചേർത്ത് നല്ലോന്ന് ഇളക്കി കഴിഞ്ഞാൽ ഈ സോഡിയം അലുമിനേറ്റ് മൊത്തട്ടോ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. നോക്കിട്ടോ, ഈ സോഡിയം അലുമിനേറ്റ് മൊത്തം അലുമിനിയം ഹൈഡ്രോക്സൈഡ്, കുറച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും കേട്ടോ. ഈ അലുമിനിയം ഹൈഡ്രോക്സൈഡ് അവിടെ ഒരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ടാണ് കിട്ടുക, അവശിഷ്ടമായിട്ടാണ് കിട്ടുക എന്ന് പറയുമ്പോൾ ലയിക്കാതെ ഇങ്ങനെ കിടക്കും. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് വേർതിരിക്കാൻ പറ്റും. അങ്ങനെ ആ അലുമിനിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ വേർതിരിച്ചെടുത്തിട്ട് അത് നല്ലോ എന്ന് കെടുക. കാരണം NaOH ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ നല്ലോന്ന് കെടുകിയിട്ട് നമ്മൾ ശക്തമായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നമ്മളെ മുത്തുമണി. നമ്മളെ മുത്തുമണി അറിയാം നിങ്ങൾക്ക്? അലുമിന. ആമീനല്ല ആരാ സാധനം എന്താണ്? അലുമിന നോക്കിട്ടോ, അലുമിന. ഈ അലുമിന അപ്പോൾ ചില ആൾക്കാർ ചോദിക്കേ, പക്ഷേ ഇതും ഒന്ന് തന്നെയല്ലേ, ഇതിന് ചൂടാക്കിയാലും അലുമിന കിട്ടൂലേ? അങ്ങനെയല്ല, ഇത് ബോക്സൈറ്റ് ആണ്, അതിലൊരുപാട് ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ് ഇല്ലാത്ത സാധനം അലുമിനിയം ഓക്സൈഡ് ആണ് അലുമിന. അപ്പോൾ ഈ പരിപാടിക്ക് വിളിക്കുന്ന പേരാണ് ലീച്ചിങ്. ശ്രദ്ധിക്കണേ, ബോക്സൈറ്റ് എന്തായിട്ട് മാറി? അലുമിന ആയിട്ട് മാറി. ഇനി നമുക്ക് ഈ അലുമിനയിൽ നിന്നും നമുക്ക് എന്തുണ്ടാക്കണം? അലുമിനിയം ഉണ്ടാക്കണം. അതിന് നമ്മൾ ചെയ്യുന്ന പരിപാടി ഇലക്ട്രോളിസിസ്, വൈദ്യുത വിശ്ലേഷണം. അതിന് ഇലക്ട്രോളിസിസ് വൈദ്യുത വിശ്ലേഷണം ഉപയോഗിക്കേണ്ടത് അലുമിനിയം റിയാക്ടിവിറ്റി കൂടിയ, ക്രിയാശീലത കൂടിയ ലോഹമാണ്. ക്രിയാശീലത കൂടിയ ആൾക്കാർക്ക്, പക്ഷേ പ്രവർത്തിച്ച് കൂടിയ ആൾക്കാർക്ക്, റിയാക്ടിവിറ്റി കൂടിയ ആൾക്കാർക്ക് ഓല നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പരിപാടിയാണ് ഇലക്ട്രോളിസിസ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഇലക്ട്രോളിസിസ് നടത്താൻ നോക്കാം. ഓക്കെ, ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വൈദ്യുത വിശ്ലേഷണം നടത്തുമ്പോൾ ഒരു പാത്രം വേണം. ഇതാണ് ആ പാത്രം. ഇതെന്താ പറയുക നിങ്ങൾക്ക്? ഇതൊരു സ്റ്റീലിൻ്റെ ടാങ്കാണ്, സ്റ്റീലിൻ്റെ ടാങ്ക്. ഓക്കെ, ഈ സ്റ്റീലിൻ്റെ ടാങ്കിന് ഒരു ലൈനിങ് കൊടുക്കും കേട്ടോ. ലൈനിങ് ഒക്കെ ഉണ്ട്. ഈ ലൈനിങ് കാർബൺ കൊണ്ടുള്ള ലൈനിങ് കേട്ടോ. ആരുകൊണ്ടുള്ള ലൈനിങ് ആണ്? കാർബൺ ലൈനിങ്. ഇതിനെ ബാറ്ററിൻ്റെ നെഗറ്റീവ് എൻഡുമായിട്ട് ബന്ധിപ്പിക്കുക. ബാറ്ററിന് നെഗറ്റീവ് എൻഡുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് കാഥോഡ്. ഏതാണ്? കാഥോഡ്. അപ്പോൾ ആരാ കാഥോഡ്? കാർബൺ ലൈന്. ഇനി ഇതിൽ കുറേ കുഞ്ഞുട്ടികളങ്ങനെ മുക്കി വെക്കും കേട്ടോ. നോക്കിട്ടോ, ഈ സാധനം എന്താ പറയുക? ഇത് ആടും കൂടി ഉണ്ടാക്കിയതല്ല കേട്ടോ, ഇതും കാർബൺ ആണ്. ഇതിന് വിളിക്കുന്ന പേരാണ് കാർബൺ റോഡ്. കാർബൺ റോഡ്. ഈ കാർബൺ റോഡ് ഇതിനെ നമ്മൾ ബാറ്ററിൻ്റെ പോസിറ്റീവ് എൻഡുമായിട്ട് ബന്ധിപ്പിക്കട്ടോ. പോസിറ്റീവ് എൻഡുമായിട്ട് ബന്ധിപ്പിച്ചാൽ അതിന് വിളിക്കുന്ന പേരാണ് ആനോഡ്. അപ്പോൾ എൻ്റെ കുഞ്ഞുട്ടികൾ ശ്രദ്ധിക്കുക, ആനോഡും കാർബണാണ്, കാഥോഡും കാർബണാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ആനോഡ് റോഡാണ്, കാർബൺ ദണ്ട് കേട്ടോ. മലയാളത്തിൽ വരുമ്പോൾ കാർബൺ ദണ്ട്, കാഥോഡ് കാർബൺ ലൈനിങ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ ആണല്ലോ ഇലക്ട്രോലൈറ്റ്. ആ ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക അലുമിന. നമുക്ക് ഇലക്ട്രോളിസ് നടത്തേണ്ടത് അലുമിനയാണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആരും ഉപയോഗിക്കുക? അലുമിന. പക്ഷെ അലുമിന ഒറ്റക്ക് ചേർക്കാൻ പറ്റൂല. അലുമിനയോട് കൂടെ നമ്മൾ Na3Alf6 ക്രയോലൈറ്റും കൂടി ചേർക്കും. ക്രയോലൈറ്റ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുക ഉരുകിയ ക്രയോലൈറ്റിൻ്റെയും അലുമിനയുടെയും മിശ്രം ഉപയോഗിക്കുക. മോൾട്ടേൺ ക്രയോലൈറ്റ് ആൻഡ് അലുമിന. അയ്യോ, അപ്പം എന്തിനാ ക്രയോലൈറ്റ് ചേർക്കണത്? എന്തിനാ? എനിക്ക് അലുമിന മാത്രം ചേർത്തിയാൽ പോരെ? പറ്റൂല. ഈ അലുമിന ഉണ്ടല്ലോ,
പെട്ടെന്ന് ഉരുകൂല. അതിൻ്റെ ദ്രവണാങ്കം വളരെ കൂടുതലാണ്, മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. അപ്പം മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായി കഴിഞ്ഞാൽ ഉരുകൂല. ഉരുകിയാലേ ഇലക്ട്രിസിറ്റി കടത്തിയിട്ടുള്ളൂ, പക്ഷേ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുള്ളൂ. അപ്പോൾ എന്തിനാണ് ക്രയോയിൽ ചേർക്കുന്നത് വെച്ചാൽ ഈ അലുമിനയുടെ അഹങ്കാരം കുറക്കണം, അലുമിനയുടെ ദ്രവണാങ്കം കുറക്കണം, മെൽറ്റിംഗ് പോയിന്റ് കുറക്കണം. കുറച്ചാലേ ഉരുകൊള്ളൂ, അപ്പോഴേ കണ്ടക്ടിവിറ്റി ഉണ്ടാവുള്ളൂ, ചാലകത ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാരാണ് കാഴ്ച കൊടുത്തോളി. എന്തിനാ ക്രയോയിൽ ചേർക്കുന്നത് വെച്ചാൽ ടു റെഡ്യൂസ് ദി മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലുമിന ആൻഡ് ഇൻക്രീസ് കണ്ടക്ടിവിറ്റി. ഓക്കെ, മലയാളം മീഡിയക്കാരൻ കാഴ്ച കൊടുത്തോളി. അലുമിനയുടെ ദ്രവണാങ്കം കുറക്കാനും ചാലകത വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ളൂ. അങ്ങനെ നമ്മൾ ക്രയോയിൽ ചേർക്കുക. ഇനി നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തിയിട്ടോ. ഓക്കെ, ആ ഇലക്ട്രിസിറ്റി കടത്തിയിടുമ്പോൾ നമ്മളെ മുത്തുമണി അലുമിന ബ്രേക്ക് ചെയ്യും. അലുമിന ബ്രേക്ക് ചെയ്താൽ എന്താ കിട്ടുക? Al3+ O2 മൈനസ് ആയിട്ട് മാറും. ഓക്കെ, ശ്രദ്ധിക്കുക, ബാലൻസ്ഡ് അല്ല, ഇത് 2 Al, അപ്പോൾ ഇവിടെ 2, ഇവിടെ 3 O, അപ്പോൾ 3. ഓക്കെ, Al3+ O2 മൈനസും. Al3+ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ കാതോടുക്ക് പോകും. അതാ കാതോടിലേക്ക് നമ്മൾ ആര് പോകുന്നു? Al3+ പോകുന്നു. കാതോടി നടക്കുന്ന പ്രവർത്തനം എന്താടാ? ഇലക്ട്രോണ് സ്വീകരിക്കല്, റിഡക്ഷൻ. ഓക്കെ, അങ്ങനെ Al3+ 3 ഇലക്ട്രോൺ സ്വീകരിച്ച് എന്തായിട്ട് മാറും? Al. ഓക്കെ, Al. അങ്ങനെ ഈ Al കാർബൺ ലൈനിങ്ങിൽ ഇങ്ങനെ കിട്ടിട്ട് അലുമിനിയാണ് കിട്ടേണ്ടത്. ഈ അലുമിനിയം കിട്ടി, അത് ഇതിൽ കൂടെ നമുക്ക് ഡോർ ഉണ്ട്, അതിൽ കൂടെ നമുക്ക് അലുമിനിയം ഒഴിവാക്കാം. ഓക്കെ, ഇനി ആനോഡിലേക്ക് ഒരാൾ പോകുന്നുണ്ട്. ആനോഡിലേക്ക് പോകുന്ന ആളാണ് O2-. ആരാണ് O2-? ആനോഡ് നടക്കുന്ന പ്രവർത്തനം ഏതാ? ഇലക്ട്രോൺ ഒഴിവാക്കുക, ഓക്സിഡേഷൻ, ഓക്സീകരണം. അങ്ങനെ ഈ O2- 2 ഇലക്ട്രോൺ ഒഴിവാക്കിയിട്ട് OA ആയിട്ട് മാറും. OA ഒറ്റക്ക് നിന്നാൽ സ്റ്റെബിലിറ്റി ഉണ്ടോ? ഇല്ല. അങ്ങനെ 2 ഓകൾ കൂടി ചേർന്ന് എന്തായിട്ട് മാറും? O2 ആയിട്ട് മാറും. അങ്ങനെ 2 സ്റ്റെപ്പ് കൊണ്ട് എഴുതാൽ നമ്മളെ ടെക്സ്റ്റ് ബുക്ക് അനുവദിക്കണില്ല. അപ്പോൾ നമ്മളിത് ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് എഴുതാം. 2 O2-. ഓക്കെ, ഒരാൾ 2 ഇലക്ട്രോൺ ഒഴിവാക്കും, അപ്പോൾ 2 ആൾ 4 ഇലക്ട്രോൺ ഒഴിവാക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്തായിരുന്നു? ഓനെന്തായിട്ട് മാറുന്നു? O2. അങ്ങനെ ഈ ആനോഡില് കാർബൺ റോഡില് O2 ഇങ്ങനെ കിട്ടും. O2 കിട്ടും. അങ്ങനെ നമുക്ക് ആനോഡിൽ ഓക്സിജൻ കിട്ടി. പക്ഷെ ആനോഡിൽ ഓക്സിജൻ എന്താ? ഓക്സിജൻ ആയിട്ടല്ല പോവുക. പോകുമ്പോൾ അവിടുത്തെ കാർബണും അടിച്ചു മാറ്റി പോകും. നോക്കിട്ടോ, അവിടുത്തെ കാർബണും അടിച്ചു മാറ്റി പോകും. ഒറ്റക്ക് പോണില്ല. അവിടുത്തെ കാർബൺ C+O2 CO2. പിന്നെ ചില കുറച്ച് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും, അത് നമ്മൾ പറയണ്ട. ഓക്കെ, അതുണ്ടാവും. അപ്പം ഈ ഓക്സിജൻ അല്ല അവിടുന്ന് പോകേണ്ടത്, അവിടുത്തെ കാർബണെ അടിച്ചു മാറ്റി എന്തായിട്ട് മാറും? കാർബൺ ഡയോക്സൈഡായിട്ട് മാറുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണേ, കാതോട് നമുക്ക് അലുമിനിയം കിട്ടും, ആനോട് നമുക്ക് ഓക്സിജൻ കിട്ടുമെങ്കിലും ഓക്സിജൻ അല്ല അവിടുന്ന് പുറത്തേക്ക് പോകുക ആരാണ്? കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ ആനോഡ് ഉണ്ടല്ലോ, ഈ ആനോഡ് കാർബൺ റോഡ് ഉണ്ടല്ലോ, അതിങ്ങനെ ഓരോ ഓക്സിജൻ ഇപ്പം ഇങ്ങനെ പോകുന്നതുകൊണ്ട് അതിങ്ങനെ മെല്ലെ വരും. ലാസ്റ്റ് അത് അദൃശ്യം ഇല്ലാതാവും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കും. അപ്പോൾ അടുത്ത ചോദ്യമാണ്, ഈ കാർബൺ റോഡ് ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കേണ്ടത് എന്തിനാ? അപ്പോൾ നിങ്ങൾ പറയണോ, ആനോഡിലെത്തുന്ന ഓക്സിജൻ കാർബണുമായി പ്രവർത്തിച്ച് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുന്നതുകൊണ്ട് ആ ഇക്വേഷൻ കാച്ചു കൊടുക്കുക, C+O2 CO2. ഓക്കെ, പക്ഷേ ഈ അലുമിനിയത്തിൻ്റെ ഈ നിർമ്മാണത്തിൽ വിളിക്കുന്ന പേരാണ് ഹാൾ-ഹെറാൾട്ട് പ്രോസസ്. ആരാണ്? ഹാൾ-ഹെറാൾട്ട് പ്രോസസ്. അലുമിനിയത്തിൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു അലോയാണ് അൽ-നിക്കോ. ആരാണ്? അൽ-നിക്കോ. അതിലുള്ള ആൾക്കാർ അലുമിനിയം, നിക്കല്, കൊബാൾട്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഇരുമ്പ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, കാന്തിക സ്വഭാവം ഉണ്ട്. അതുകൊണ്ട് പെർമനന്റ് മാഗ്നറ്റ്, സ്ഥിര കാന്തങ്ങൾ ഉണ്ടാക്കാൻ അൽ-നിക്കോ ഉപയോഗിക്കും. അതേപോലെ അലുമിനിയത്തിന് മറ്റൊരു അലോയാണ് ഡുറാലുമിൻ. വിമാനത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അലോയാണ് ഡുറാലുമിൻ. ഓക്കെ, പരിപാടി കഴിഞ്ഞു. ഓക്കെ, അലുമിനിയം നിർമ്മിച്ചോടാ, മതി.